ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ ഇംഗ്ലീഷിൽ കുറേ യൂസേജസ് ഉണ്ട് ഇല്ലേ? നമ്മൾ പല രീതിയിൽ അല്ലെങ്കിൽ മലയാളത്തിൽ പറയുന്ന കുറേ വാക്കുകളുണ്ട്. അതൊക്കെ ഇംഗ്ലീഷിൽ എങ്ങനെയായിരിക്കും പറയുക? അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. ഓക്കെ, ചെറിയ വീഡിയോ ആണ്. ഓക്കെ, എങ്ങാനും നമ്മൾ പറയില്ല അവനെങ്ങാനും വന്നാൽ, അപ്പോൾ എങ്ങാനും എന്നുള്ള ആ യൂസേജിന് എന്താ പറയുക? ഈഫ് അറ്റ് ഓൾ. എന്താണ് ഈഫ് അറ്റ് ഓൾ? എങ്ങാനും. ഓക്കെ, അടുത്തത് എങ്ങനെയെങ്കിലും. എനിക്ക് എങ്ങനെയെങ്കിലും അവിടെ പോയേ മതിയാവും, അല്ല എനിക്ക് എങ്ങനെയെങ്കിലും ഇംഗ്ലീഷ് പഠിച്ചേ മതിയാവും. എങ്ങനെയാ പറയാ? സംഹൗ അല്ലെങ്കിൽ ഇഫ് എനി മീൻസ്. എങ്ങനെയെങ്കിലും എങ്ങനെയാണ് പറയാ? സംഹൗ അല്ലെങ്കിൽ ഇഫ് എനി മീൻസ്. അപ്പോൾ അടുത്തത് എപ്പോഴെങ്കിലും. നീ എപ്പോഴെങ്കിലും അവിടെ പോയിട്ടുണ്ടോ? നീ എപ്പോഴെങ്കിലും അവരെ കണ്ടിട്ടുണ്ടോ? നീ എപ്പോഴെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നമ്മളിങ്ങനെ ചോദിക്കും. എവർ എന്നാണ്. എവർ എന്നാണ് അതിൻ്റെ യൂസേജ്. അങ്ങനെയാണെങ്കിൽ അടുത്ത് പോരാത്തതിന് നമ്മളിപ്പോൾ പറയാം പോരാത്തതിന് എന്ന് പറയില്ല. അങ്ങനെ ഒരു യൂസേജ്, പോരാത്തതിന് എന്നുള്ളൊരു യൂസേജ് മലയാളത്തിലുണ്ട്. അതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? മോറോവർ എന്നാണ് പറയുക. ഓക്കെ, മോറോവർ എന്ന് പറയും. അതുപോലെ ആസ് ഈഫ് ഇറ്റ് വെറിൻറ്റ് ഇനഫ്, അതാണ് എക്സാക്ട്ലി പറയുന്നത്. ആസ് ഈഫ് ഇറ്റ് വെറിൻറ്റ് ഇനഫ്. പക്ഷെ നമ്മൾ പറയുന്നത് നമുക്ക് ഈസി ആയിട്ടുള്ള പറയാം, മോറോവർ എന്ന് പറയാം. അപ്പോൾ ഓരോ കുട്ടിയും നമ്മൾ പറയുന്നത് ഓരോ എന്നുള്ള അതിൻ്റെ യൂസേജ് എങ്ങനെയാണ്? ഈച്ചാണ്. ഓരോ കുട്ടിയും, ഈച്ച് സ്റ്റുഡൻറ്റ്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ ഇതൊന്ന് വായിച്ച് മനസ്സിലാക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങൾ പഠിക്കുക. ഓക്കെ.